ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയറുകൾ കയ്യിലുള്ളവർ എങ്ങനെയാണ് അത് വിൽക്കേണ്ടത് എന്നാണ്. ഇപ്പം നമ്മൾക്ക് CIALൻ്റെ ഷെയർ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് BSEയിലോ NSEയിലോ ഒന്നും വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറിയുടെ പ്രത്യേകത എന്താ? അവരുടെ അടുത്ത് വാങ്ങാനും വിൽക്കാനുള്ള ആളുകൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ലൊരു ഇൻ്റർമീഡിയറി കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീല് നടക്കാനുള്ള സാധ്യതയാണ്. അവരെ കണ്ടെത്തുക. അതുപോലെ അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന പ്രൈസും ഓഫർ എത്ര മിനിമം എത്ര ലോട്ട് വിൽക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ 2-3 ഇൻ്റർമീഡിയറികളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീലുകൾ കമ്പയർ ചെയ്യുക വഴി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഡീലിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. അതിനുശേഷം നമ്മളുടെ കസ്റ്റമർ മാസ്റ്റർ കോപ്പി, പാൻ കാർഡ്, ആധാർ കാർഡ്, ക്യാൻസൽഡ് ചെക്ക്, അതുപോലെ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ഈ ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു DIS ഫില്ല് ചെയ്ത് ഏത് ആളാണോ വാങ്ങുന്നത് അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ DISഉം കൂടെ ആർക്ക് അയച്ചു കൊടുക്കുക? ഈ ഇൻ്റർമീഡിയറിക്ക് അയച്ചു കൊടുക്കുക. അവരതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളുടെ ഷെയറിൽ നിന്ന് പൈസ ഡെബിറ്റ് ആയതിനു ശേഷം അടുത്ത ദിവസമോ തൊട്ടടുത്ത ദിവസമോ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇത് എല്ലാം വളരെ സേഫായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8848030018 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത്.